കട്ടൻ ചായ 116 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സപ്പോർട്ടിന് ഞാൻ വളരെ നന്ദി പറയുന്നു. നിങ്ങൾ തന്ന സബ്സ്ക്രൈബേഴ്സ് 2624 പേരായി. ലെറ്റ് us സ്റ്റാർട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലാക്ക് ടീ. ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇൻഗ്രീഡിയൻസ്: വെള്ളം, മധുരം, തേയില, ഏലക്ക, കറുവാപ്പട്ട. അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ്. ടീക്ക് വുഡ് പെക്കറിൻ്റെ കട്ടിംഗ് ബോർഡിൽ എല്ലാം അസംബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സർവ്വ സാധനങ്ങളും കൂടിയുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. തേയില, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ്, കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചി അരിഞ്ഞ് വച്ചിരിക്കുന്നു. മധുരത്തിന് ഉപയോഗിക്കുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ. അതിൻ്റെ 2 പെല്ലറ്റ്. ഇത് പാത്രം, ഇത് അരിപ്പ, ഇത് വെള്ളം. 2 ഗ്ലാസ് വെള്ളമാണ് ചായക്ക് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വർക്ക് തുടങ്ങിയിരിക്കുന്നു. ചെരുവൻ നമ്മൾ ഹീറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. 2 ഗ്ലാസ് ഒഴിച്ചു. അതിനുശേഷം സ്റ്റൗ ഓൺ ചെയ്തു. സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇടുകയാണ്. ആദ്യം ഇട്ടത് ഇഞ്ചിയാണ്. രണ്ടാമത് കറുവാപ്പട്ട ആൻഡ് ഏലയ്ക്ക, അതിൻ്റെ ഒരു സമ്മിശ്ര ഫോം. അതിട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ അനുവദിച്ചു. വെള്ളം 2 മിനിറ്റ് നേരം തിളയ്ക്കണം. അതിനിടയ്ക്ക് സ്വല്പം വർത്താനം പറയാം. ഇന്നലെ ഞാൻ ഈ പ്രോഗ്രാമിനായി ചെയ്യാനായിട്ട് ഒത്തില്ല. തൽക്കാലമായിട്ട് തട്ടിക്കൂട്ടിയൊരു പ്രോഗ്രാം ഇട്ടിരുന്നു. ഇന്നലെ കണ്ടിരുന്നു നിങ്ങളെല്ലാവരും. അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സന്തോഷം. ഇന്നലെ മറൈൻ ഡ്രൈവിൽ വെച്ചാണ്, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ വെച്ചായിരുന്നു സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ വെള്ളം തിളച്ചു. അതിന് തിളച്ചതിന് ശേഷം അതിന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തേയില ഇട്ടു. അത് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തായിരുന്നു, എൻ്റെ നീളം കൂട്ടാതിരിക്കാനായിട്ട്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇനി ഈ വെള്ളം എത്ര നേരം വെക്കണം എന്നുള്ളതിൻ്റെ ഒരു പട്ടികയാണ് കൊടുക്കുക. 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. അതായത് ലൈറ്റ്, മീഡിയം, ഡാർക്ക്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഡാർക്കിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ സ്വല്പം ഇന്ന് ഡാർക്ക് കളറായിരിക്കും. നമുക്ക് ഇച്ചിരി കൂടുതൽ സമയം ഞാൻ വെച്ചായിരുന്നു. ക്യാമറ ഇല്ലാതെ വെച്ചു. ഇനി നമ്മളത് ഫിൽറ്ററിങ് യൂണിറ്റിലൂടെ ഫിൽറ്റർ ചെയ്തെടുക്കുന്നു. അപ്പോൾ ആ ഫിൽറ്റർ ചെയ്യുന്നതിന് മുമ്പ് 2 പെല്ലറ്റ് മധുരം അതിൻ്റെ അകത്തിലിടുന്നു. 2 ഗുളിക, 2 ഗ്ലാസ് പഞ്ചസാരയ്ക്ക്, 2 ഗ്ലാസ് വെള്ളത്തിനുള്ള മധുരമാണ്. അതായത് 2 സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണത്. അതിനെ നമ്മൾ മൊത്തത്തിലായിട്ട് അരിക്കുകയാണ്. അതായത് ആ ചെരുവത്തിനകത്ത് നിന്ന് ടോങ്സ് കൊണ്ട് പിടിച്ചിട്ട്, ചെരുവത്തിന് ചൂടുള്ള ചെരുവനാണ്, ടോങ്സ് കൊണ്ട് പിടിച്ച് സൗകര്യമായിട്ട് അതിലേക്ക് ഒഴിക്കുന്നു. അത് അപ്പോൾ ഈ ഫിൽറ്ററിങ് യൂണിറ്റ് എന്നാണ് ഞാനിതിനെ പറയുന്നത്. ക്യാമറ നമുക്ക് പിടിക്കാനായിട്ട് കൈ ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ചായ നമ്മളെടുത്തു, അരിച്ചെടുത്തു. അപ്പം മധുരം അതിനകത്ത് കിടക്കുകയാണ്. അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സ്പൂൺ കൊണ്ട് ഇളക്കുന്നു. ഇനി അതിനെ നമ്മൾ കപ്പിലേക്ക് ഒഴിക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പം 100 ഇപ്പം നടന്നപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈഹാർട്ടായിരിക്കും. ഇതൊക്കെ കണ്ട് മടുത്തില്ലേ? കണ്ട് മടുത്താലും നിങ്ങളിത് കാണാതിരിക്കരുത്. എല്ലാ ദിവസവും അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഇന്നലത്തെ പ്രത്യേകത തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഒരു മാർഗ്ഗവും ഇല്ലാഞ്ഞിട്ട് ഞാൻ കടയിൽ പോയി ചായ മേടിച്ചിട്ട് അതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളിത് മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. മേശപ്പുറത്ത് ആദരവോടുകൂടി ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ഇനി നമുക്ക് ബൈബിളിൽ വചനം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാദർ മാത്യു വയലാമണ്ണിലച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൽ ഇന്നത്തെ അധ്യായത്തിൽ അതിനനുസരിച്ച് അതിൽ വചനം തരുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 35-ാമത്തെ വചനം മുതലാണ്. 35, 36, 41, 42 നമ്മളിവിടെ പറയുന്നത്. അത് നമ്മൾ ബൈബിളിൽ എടുത്തു വെച്ചു. ബൈബിളിൽ അത് എടുത്തു വെച്ചു. അത് ബൈബിൾ നോക്കി വായിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ നമ്മൾ സ്ക്രീൻഷോട്ട് ഉണ്ട്. സ്ക്രീൻഷോട്ട് നോക്കി
ആണ് സംസാരിക്കുന്നത്. സിനഗോഗ് അധികാരികളുടെ മകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നൊരു ഭാഗമാണത്. അപ്പോൾ അത് ഞാൻ സ്ക്രീൻഷോട്ട് നോക്കി വായിക്കാം. മർക്കോസ് അധ്യായം 5 35-ാമത്തെ തിരുവചനം. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്നും ചിലർ വന്ന് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? 36. അത് കേട്ട് യേശു സിനഗോഗ് അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പിന്നെ 41 വരുന്നത്, അതിൻ്റെ അവസാന ഭാഗം. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്ത കും എന്ന് പറഞ്ഞു. 42. തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. വചനം ഇവിടെ തീർന്നു. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. And this is the end of this program. Thank you.